നമ്മൾ വ്യക്തി എന്ന അർത്ഥത്തിൽ റബ്ബിന്റെ അതിഥിയാകാനുള്ള യോഗ്യത നമ്മൾ നേടിയോ എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതാണ്. അള്ളാഹുവിന്റെ അതിഥിയാണ്. നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വേഷവും അതിനനുസരിച്ചുള്ള ഭാവവും അതിനനുസരിച്ചുള്ള ശ്രദ്ധയും അതിനനുസരിച്ചുള്ള ജാഗ്രതയും നമുക്കുണ്ടാവും. പള്ളിക്ക് പോകുമ്പോൾ നമുക്കൊരു ബോധമുണ്ട്, പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ബോധമുണ്ട്, അങ്ങാടിക്ക് പോകുമ്പോൾ നമുക്കൊരു ബോധമുണ്ട്. ഇത് അള്ളാഹുവിന്റെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി അള്ളാഹുവിന്റെ അതിഥിയായി നമ്മൾ പോകുമ്പോ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതിനനുസരിച്ച് നമ്മൾ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നമ്മെ എല്ലാ അർത്ഥത്തിലും മാറ്റിയിട്ട് വേണം പോകാൻ. നമ്മുടെ മനസ്സ് തെളിഞ്ഞ മനസ്സായിട്ട് നമ്മൾ വേണം പോകാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ നൽകിയിരിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ വലുത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നവജാത ശിശുവിന്റെ സ്റ്റാറ്റസ് ആണ്. അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അവൻ പാപരഹിതനായി തിരിച്ചു വരുമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. 70 വയസ്സ് വരെ ജീവിച്ച ഒരു മനുഷ്യൻ ഒരു നവജാത ശിശുവിന്റെ സ്റ്റാറ്റസിലേക്ക് വരിക, 60 വയസ്സ് വരെ ജീവിച്ച മനുഷ്യൻ ഒരു നവജാത ശിശുവിന്റെ സ്റ്റാറ്റസിലേക്ക് വരിക, 80 വയസ്സ് വരെ ജീവിച്ച ഒരു മനുഷ്യൻ ഒരു നവജാത ശിശുവിന്റെ സ്റ്റാറ്റസിലേക്ക് വരിക എന്ന് പറയുന്നത് എളുപ്പമല്ല, നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറയുക, നിങ്ങൾ ഹജ്ജിന് ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ അതിഥികളായി മാറി, എന്നിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സ്വീകാര്യമായ യോഗ്യമായ ഹജ്ജ് നിർവഹിക്കാൻ നിങ്ങൾ പാകപ്പെട്ടോ എന്ന് നിങ്ങൾ നോക്കണം. നമ്മുടെ പകയിൽ നിന്ന്, വിദ്വേഷങ്ങളിൽ നിന്ന്, അസൂയയിൽ നിന്ന്, അപരനോടുള്ള അമർഷത്തിൽ നിന്ന്, അതുപോലെ തന്നെ പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പണക്കത്തിൽ നിന്ന്, വടക്കിൽ നിന്ന് എല്ലാം നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കണം. ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇഹ്റാമിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഇഹ്റാം തുണി നാളെ നമ്മുടെ കഫപ്പുടവയായി മാറാം എന്ന് തന്നെ നമ്മൾ ആലോചിക്കണം. നമ്മുടെ